ഹായ് ഫ്രണ്ട്സ്, ഐ ആം ഷമീം കൽപ്പേനി. എൻ്റെ കൂടെ ലക്ഷദ്വീപിലേക്ക് വന്ന ആളുകൾ ലക്ഷദ്വീപിൽ എൻജോയ് ചെയ്യുന്ന കാഴ്ചകളുടെ വീഡിയോസാണ് നിങ്ങൾ മുകളിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ അടുത്ത ബുക്കിംഗ് കൊച്ചിയിൽ നിന്ന് ലക്ഷദ്വീപിലേക്ക് കപ്പൽ, ലക്ഷദ്വീപിൽ നിന്ന് കൊച്ചിയിലേക്ക് കപ്പൽ, രണ്ട് ഭാഗത്തേക്കും കപ്പൽ യാത്ര. അടുത്ത ബുക്കിംഗ് എടുത്തുകൊണ്ടിരിക്കുന്നത് 2025 ഏപ്രിൽ മെയ് മാസത്തിലേക്കാണ്. കുറഞ്ഞ സീറ്റുകളേ ഉള്ളൂ, താല്പര്യമുള്ളവർക്ക് ബുക്ക് ചെയ്യാം. നമ്മുടെ പാക്കേജ് വരുന്നത് 3 രാത്രി 4 പകലാണ്. നിങ്ങൾ എന്നാണോ ലക്ഷദ്വീപിൻ്റെ മണ്ണിലെത്തുന്നത് അന്ന് ഉച്ചഭക്ഷണത്തോടു കൂടി ആരംഭിച്ച് 4ാമത്തെ ദിവസം ബ്രേക്ക്ഫാസ്റ്റോടുകൂടി നിങ്ങളുടെ പാക്കേജ് തീരും. 3 രാത്രി 4 പകൽ. രണ്ട് ഭാഗത്തേക്കും കപ്പൽ യാത്ര നടത്താൻ ഉദ്ദേശിക്കുന്ന ആളുകൾ ഈ യാത്രയ്ക്ക് വേണ്ടി ഒരു 10 ദിവസം നിങ്ങൾ മാറ്റി വെക്കണം. 4ാമത്തെ ദിവസം നിങ്ങളുടെ പാക്കേജ് തീരും. അത് കഴിഞ്ഞിട്ട് ചിലപ്പോൾ 2-3 ദിവസമൊക്കെ ദ്വീപിൽ എക്സ്ട്രാ നിൽക്കേണ്ടി വരും. അപ്പോൾ അത് നിങ്ങളുടെ സ്വന്തം ചെലവിലാണ് നിൽക്കേണ്ടത്. അങ്ങനെ നിൽക്കാൻ പറ്റുന്ന ആളുകൾ മാത്രം രണ്ട് ഭാഗത്തേക്കും കപ്പൽ തിരഞ്ഞെടുത്താൽ മതി. അല്ലാത്തവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഫ്ലൈറ്റ് എടുക്കുകയോ വൺ സൈഡ് ഫ്ലൈറ്റ് വൺ സൈഡ് ഷിപ്പ് എടുക്കുകയോ ചെയ്യുക. ഓക്കെ. ലക്ഷദ്വീപിലേക്ക് വരാൻ താല്പര്യമുള്ള ആളുകൾ ആദ്യം എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിക്കാറുണ്ട്. നിങ്ങൾ 3500 അഡ്വാൻസ് അടക്കുക. അഡ്വാൻസ് അടച്ച ഉടനെ നിങ്ങളുടെ അടുത്തുള്ള അക്ഷയയിൽ പോയിട്ട് PCC പോലീസ് ക്ലിയർ സർട്ടിഫിക്കറ്റിന് അപേക്ഷ കൊടുക്കുക. ഇന്ന് തന്നെ പോയി അപേക്ഷ കൊടുത്തോളൂ. ഇൻഷാ അല്ലാഹ് ഒരു 15 ദിവസം കൊണ്ട് നിങ്ങൾക്ക് PCC കിട്ടും. നിങ്ങളുടെ PCCക്ക് 6 മാസം കാലാവധിയുണ്ട്. ഈ 6 മാസത്തിൻ്റെ ഇടയിൽ എപ്പോൾ വേണമെങ്കിലും ഈ PCC ഉപയോഗിച്ച് നിങ്ങൾക്ക് ലക്ഷദ്വീപിലേക്ക് വരാം. 12 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് PCC വേണ്ട. PCC കിട്ടിക്കഴിഞ്ഞാൽ PCC, പാസ്പോർട്ട് സൈസ് ഫോട്ടോ, ആധാർ, ഇത്രയും കാര്യങ്ങൾ ഞങ്ങൾക്ക് അയച്ചു തരിക. ഞങ്ങൾ ലക്ഷദ്വീപിലേക്കുള്ള പെർമിറ്റിന് അപേക്ഷ കൊടുക്കും. വീണ്ടും ഒരു 15 ദിവസം വെയിറ്റ് ചെയ്യേണ്ടി വരും പെർമിറ്റ് കിട്ടാൻ. പെർമിറ്റ് കിട്ടിക്കഴിഞ്ഞാൽ കപ്പലിൻ്റെ പ്രോഗ്രാം നോക്കി കപ്പലിൻ്റെ ടിക്കറ്റും എടുത്ത് ഇതുപോലെ നിങ്ങൾക്കും ലക്ഷദ്വീപിലേക്ക് വരാം. ഒരു പ്രത്യേക ഡേറ്റിൽ പോയി പ്രത്യേക ഡേറ്റിൽ വരാൻ കപ്പൽ യാത്രക്ക് പറ്റത്തില്ല. കാരണം നമ്മൾ ഉദ്ദേശിക്കുന്ന ഡേറ്റിൽ ഷിപ്പ് ഉണ്ടാവണമെന്നില്ല. ഏത് ഡേറ്റിലാണോ ഷിപ്പ് ഉള്ളത് ആ ഡേറ്റിൽ പോയി വരിക എന്ന് മാത്രമേ പറ്റുള്ളൂ. ഒരു പ്രത്യേക ഡേറ്റിൽ പോയി പ്രത്യേക ഡേറ്റിൽ വരണമെന്നുണ്ടെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഫ്ലൈറ്റ് എടുത്താൽ മതി. നമ്മുടെ പാക്കേജിൽ 10 കാര്യങ്ങളാണുള്ളത്. 4 കാര്യങ്ങൾ പാക്കേജിൻ്റെ പുറമെയാണ്. പാക്കേജിൽ എന്തൊക്കെ ഉള്ളത് എന്ന് ചോദിച്ചാൽ ലക്ഷദ്വീപിലേക്കുള്ള പെർമിറ്റ്, അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള കപ്പലിൻ്റെ ടിക്കറ്റ്, 3 ദിവസം നിങ്ങൾക്ക് താമസിക്കാനുള്ള റൂം, AC അല്ല നോൺ AC ആണ്, 3 ദിവസം നിങ്ങൾക്ക് കഴിക്കാനുള്ള ഭക്ഷണം, ദ്വീപിലെ കാഴ്ചകൾ കാണിച്ചു തരുന്ന ടാക്സി, പിന്നെ ആൾതാമസമില്ലാത്ത പെട്ടി ദ്വീപിലേക്കുള്ള ട്രിപ്പ്, അതിമനോഹരമായ ടിപ്പ് ബീച്ചിലെ കാഴ്ചകൾ, കൂമൽ ബീച്ചിലെ കാഴ്ചകൾ, അലി ബീച്ചിലെ കാഴ്ചകൾ, ലൈറ്റ് ഹൗസിലെ കാഴ്ചകൾ, പിന്നെ ഒരൊറ്റ രാത്രി കൊണ്ട് ജിന്നുകൾ നിർമ്മിച്ച ഒരു പള്ളിയും 7 കുളവും അവിടുത്തെ കാഴ്ചകൾ. ഇങ്ങനെ 10 കാര്യങ്ങളാണ് നമ്മുടെ പാക്കേജിലുള്ളത്. പാക്കേജിൻ്റെ പുറമെ കപ്പലിലെ ഭക്ഷണമാണ്. ഒരു നേരത്തിന് 50 റുപ്യ 100 റുപ്യ വരുന്നുള്ളൂ. പിന്നെ കയാക്കിംഗ് ആണ്, ഒരാൾക്ക് 250 റുപ്യ വരുന്നുള്ളൂ. താല്പര്യമുണ്ടെങ്കിൽ ചെയ്താൽ മതി. സ്ക്യൂബ ഡൈവിംഗ് ഒരാൾക്ക് 3500 വരുന്നുണ്ട്. ഒരാളെ നമ്മൾ നിർബന്ധിക്കില്ല, താല്പര്യമുണ്ടെങ്കിൽ ചെയ്താൽ മതി. പിന്നെ ആൾതാമസമില്ലാത്ത ചെറിയ ട്രിപ്പാണ്, ഒരാൾക്ക് 1000-1500 വരുന്നുണ്ട്. ഈ 4 കാര്യങ്ങളാണ് പാക്കേജിൻ്റെ പുറമെ. ഒരു പ്രധാനപ്പെട്ട കാര്യം പറയട്ടെ, എൻ്റെ പേജ് ഫോളോ ചെയ്ത് വെച്ചോളൂ. പിന്നീട് നിങ്ങൾക്ക് ഉപകാരമുണ്ടാവും. ഫോൺ വിളിക്കരുത്, വാട്സപ്പിൽ മാത്രം